നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നീതിപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നീതിപാതയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് പിന്തുടർച്ചാവകാശ നിയമങ്ങളെക്കുറിച്ചാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ സക്സഷൻ ആക്ട് എന്നൊരു നിയമത്തെക്കുറിച്ചാണ്. അതിലേക്കായി അഡ്വക്കേറ്റ് അഭിലാഷ് NGS നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം സർ. സർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഹിന്ദു സക്സഷൻ ആക്ട് അല്ലെങ്കിൽ സക്സഷൻ ആക്ടിൻ്റെ പ്രത്യേകതകളൊക്കെ ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മളൊന്ന് സംസാരിക്കുന്നുണ്ട് ഇന്ത്യൻ സക്സഷൻ ആക്ടിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ത്യൻ സക്സഷൻ ആക്ടിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. സാർ, എന്താണ് ഇന്ത്യൻ സക്സഷൻ ആക്ട്? നമുക്ക് ഓൾറെഡി ഇപ്പം സക്സഷൻ എന്നുള്ളൊരു വാക്ക് എല്ലാവർക്കും പരിചിതമാണ്. അതെ. അപ്പോൾ ഹിന്ദു സക്സഷൻ ആക്ടിനെ കുറിച്ച് ഒരു കറക്റ്റായിട്ടൊരു അവലോകനം ഇപ്പം പ്രേക്ഷകർക്ക് കിട്ടിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഏതാണ്ട് അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് നമുക്ക് നേരത്തെ അറിയാം, ഹിന്ദുക്കൾക്ക് മാത്രമായിട്ടുള്ളതാണെന്നുള്ളത്. പക്ഷേ ഇന്ത്യൻ സക്സഷൻ ആക്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും, അതായത് ആർക്ക് വേണോ അത് ആപ്ലിക്കബിളായിട്ട് ഉപയോഗിക്കാം. ഓക്കെ. അത് ക്രിസ്ത്യൻസിന് മാത്രമൊന്നുമല്ല, ബാക്കിയുള്ള മതത്തിൽപ്പെട്ടവർക്ക് അവരുടെ പേഴ്സണലോ താല്പര്യമില്ല. ഇവർക്ക് ഇന്ത്യൻ സക്സഷൻ ആക്ട് വെച്ചാണ് അവരുടെ മരണപ്പെട്ടു പോയിട്ടുള്ള കാരണവരുടെ വസ്തുവകകൾ വിഭജിച്ചെടുക്കാൻ ആഗ്രഹമെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഈ പറയുന്ന ഇന്ത്യൻ സക്സഷൻ ആക്ട് അപ്ലൈ ചെയ്ത് വസ്തുവകൾ വിഭജിച്ച് എടുക്കാവുന്നതാണ്. അവരുടെ ലീഗലൈസിൻ്റെ അകത്തുനിന്നുണ്ട്. ഓക്കെ. അപ്പം ഇതിനകത്ത് പ്രത്യേകമായിട്ടുള്ള ഈ സക്സഷനും ബാക്കി കാര്യങ്ങളും നമ്മൾ അറിയേണ്ട കാര്യമില്ല. പ്രത്യേകമായിട്ടുള്ള ഒരു കുറച്ച് ഫീച്ചേഴ്സ് ഉള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. കാര്യം സക്സഷൻ എന്ന് പറയുമ്പോൾ ഈ പിന്തുടർച്ചാവകാശ നിയമം എന്ന് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വിശദമായി തന്നെ ഹിന്ദു സക്സഷൻ ആക്ട് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ സക്സഷനെ കുറിച്ചും ക്ലാസ് 1, ക്ലാസ് 2 ആ ടയറിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇന്ത്യൻ സക്സഷൻ ആക്ട്, ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം എന്നാണല്ലോ. അതെ. അപ്പോൾ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള എന്താണ് അതിനകത്ത് വരുന്ന ആ ഒരു അതിലേക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതാണ് നമുക്ക് പ്രേക്ഷകരോട്ട് പങ്കുവയ്ക്കേണ്ടത്. അതെ, ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ടത്, നമുക്കറിയാമല്ലോ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ല് എഴുതി വയ്ക്കാതെ. അതെ, വില്ലിൻ്റെ ആബ്സെൻസ് ഓഫ്, ഇൻ ദ ആബ്സെൻസ് ഓഫ് വില്ലാണ് സക്സഷന് അവിടെ ഒരു പ്രാമുഖ്യം വരുന്നത്. അതെ, ഒരു ജനറലായിട്ടുള്ള ഒരു അവലോകനം നമുക്ക് ഇതിനകത്തൂടെ ഒന്ന് പറയാം. അതായത് ഈ നിയമം വന്നത് 1925-ലാണ്. പിന്നെ കൂടാതെ നമുക്കറിയാം ആക്ടുകളൊക്കെ സാധാരണ ഈ നിയമങ്ങളെല്ലാം പാസ്സാക്കുന്നത് ഇപ്പോൾ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യയാണ്. അതെ. പക്ഷേ ഈ നിയമത്തിനൊരു പ്രത്യേകത, ഇത് ആക്റ്റായി വരുന്നതിന് മുമ്പ് സർ ഹെൻറി മൈനി എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന പ്രക്രിയയിലായിരുന്നു ഷെയർ ഡിസ്ട്രിബ്യൂഷൻ മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ഡിസീസ്ഡിൻ്റെ, മരിച്ചുപോയ ആളുടെ ഷെയർ എങ്ങനെയാണ് അവരുടെ ലീഗലൈസേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇത് വെച്ചായിരുന്നു. പിന്നീടാണ് അത് ഇതിനൊരു നിയമ സാധ്യത ഉണ്ടെന്നറിഞ്ഞ് ഒരു നിയമമാക്കി മാറ്റി അതിന് ഇന്ത്യൻ സക്സഷൻ ആക്ട് എന്ന് പേര് നൽകി ഇപ്പം ഇത് അപ്ലൈ ചെയ്യുന്നു. ഇന്ത്യൻ സക്സഷൻ ആക്ടിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്താണ് വിശദമായിട്ട് ഒരു അവലോകനം നമുക്ക് ചർച്ച ചെയ്യാം. അതിനകത്ത് അതായത് മറ്റുള്ള ഇതിൽ നിന്നും നമ്മുടെ ഹിന്ദു മാരേജ് സെക്ഷനിൽ നിന്നും ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്നുള്ള ഒരു വ്യത്യാസം ഇതിനകത്ത് ടെസ്റ്റമെൻ്ററി, ഇതൊരു ആക്റ്റാണ്. മറ്റേ നിയമത്തിൻ്റെ ഒരു വിഭാവനത്തിലൂടെയാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറും ഇതിനകത്തുണ്ട്. ഓക്കെ. മറ്റേ ആ ഹിന്ദു സക്സഷൻ ആക്ടിൽ വന്നിട്ട് അങ്ങനൊരു പ്രത്യേകിച്ചൊരു പ്രൊസീജിയറായിട്ട് പറയുന്നില്ല. ഈ ബില്ലിനെ കുറിച്ചും മറ്റുമൊക്കെ ഇതിനകത്ത് വിശദമായിട്ടൊരു പ്രൊസീജിയർ ഇതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് ടെസ്റ്റമെൻ്ററി സക്സഷന് ഇതിനകത്ത് പ്രൊവിഷനുണ്ട്. അതായത് ഒരാളിപ്പം ബില്ല് എഴുതി വെച്ചു, മനസ്സിലായല്ലോ, ബില്ല് എഴുതി വെച്ചു, ആ ബില്ലിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ലീഗൽ ഹെയർസിനെ ഡിവിഷൻ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നടപ്പിലാക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് എങ്ങനെയായിരിക്കണം, എങ്ങനെയാണത് നിർമ്മിക്കേണ്ടത് ഒരു ബില്ല്, അതെങ്ങനെ ക്യാരി ഔട്ട് ചെയ്യണം, നടപ്പിലാക്കണം, എങ്ങനെ അത് ഡിവിഷൻ ചെയ്യണം, എല്ലാം ഈ പറയുന്ന ടെസ്റ്റമെൻ്ററി സക്സഷൻ ഉൾക്കൊണ്ട് പറയുന്ന അതിന് ഒരു പ്രൊവിഷൻ ഈ പറയുന്ന ആക്ടിലുണ്ട്. അതിപ്പോൾ മറ്റത് അതിനകത്തൊന്നുമില്ല. മറ്റേ ബില്ലില്ലെങ്കിൽ ഇന്ന സക്സഷൻ എന്നുള്ള ഒരു വഴിയിലോട്ടാണ് വരുന്നത്. പക്ഷേ ഇതിനകത്താണെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡർസ്റ്റേറ്റ് സക്സഷൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരാൾ ബില്ല് എഴുതി വയ്ക്കാൻ മറന്നുപോയി, വിട്ടുപോയി അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ. അദ്ദേഹത്തിൻ്റെ കാലശേഷം ആരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലീഗൽ ഹെയർ എന്നുള്ളത് കണ്ടെത്തി ഈ പറയുന്ന അവർക്ക് അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകൾ വീതിച്ച് കൊടുക്കുക, അതിനും ഇതിനകത്ത് പ്രൊവിഷനുണ്ട്. അപ്പം ഇപ്പോൾ ഇത് തന്നെ രണ്ട് രീതിയിൽ,
അതുപോലെ തന്നെയാണ് ഷെയർ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ആർക്കെത്ര കൊടുക്കണം, ആർക്ക് എത്ര കൊടുക്കണ്ട. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒക്കെ പറയുന്നുണ്ട്, ഇപ്പം ഫീമെയിലിൻ്റെ കാര്യം പറഞ്ഞില്ല, ഇപ്പം മരിച്ച ഒരാളുടെ വീടോ മനസ്സിലായില്ല, അവർക്ക് ഞാൻ പറഞ്ഞു അവർ ഫീമെയിലാണ്, അപ്പോൾ അവർക്ക് സ്വത്തിൻ്റെ ഒരു കിട്ടുന്ന അളവ് കുറച്ച് കുറയും. അതെപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ലീനൽ ഡിസെൻഡൻ്റ് ഉള്ളപ്പോഴാണ്. ലീനൽ ഡിസെൻഡൻ്റ് എന്ന് പറയുമ്പം ഗ്രാൻഡ് സണ്ണോ ഗ്രേറ്റ് ഗ്രാൻഡ് സണ്ണോ അങ്ങനെയൊക്കെ ഒരു ക്ലോസ് ബ്ലഡ് റിലേഷൻ ഈ പറയുന്ന മരിച്ച ആളുമായിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വിഡോയ്ക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഇൻ ദ അസറ്റിലുള്ള ഷെയറിൻ്റെ അളവ് കുറയും. ഓക്കെ, അതാണ് കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞത്. ഇതാണ് പ്രധാനപ്പെട്ട എടുത്ത് പറയേണ്ട പ്രൊവിഷനും മറ്റും കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് അതുപോലെ തന്നെ എങ്ങനെയാണ് കോടതിയിൽ നമ്മൾ ഇപ്പം ഈ സക്സഷൻ വെച്ചിട്ട് നമ്മൾ കോടതിയിൽ പെറ്റീഷൻ നമ്മൾ കൊടുക്കുകയാണ്. പെറ്റീഷൻ പ്രൊബേറ്റ് എന്ന് പറയും. പെറ്റീഷൻ അതായത് നമുക്ക് അത് വെച്ചിട്ട് പ്രൊബേറ്റ് ഓർ സക്സഷൻ സർട്ടിഫിക്കറ്റ് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളങ്ങനെ നമ്മൾ ഫയൽ ചെയ്യുന്ന ഒരു വില്ലിൻ്റെ ഒരു കോപ്പി നോട്ടീസ് മുഖേന നമുക്ക് കോപ്പി കിട്ടണം. ഓക്കെ, അപ്പോൾ പ്രൊബേറ്റ് ചെയ്ത് തരും. പ്രൊബേറ്റ് അല്ലെങ്കിൽ സക്സഷൻ സർട്ടിഫിക്കറ്റ് ആകുമ്പം കോടതിയുടെ ആ പറയുന്ന വില്ല് അംഗീകരിച്ചുകൊണ്ട് കോടതിയുടെ സീല് മനസ്സിലായല്ലോ, സീല് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നും ഇതിനെ പറയാം. ലെറ്റേഴ്സ് ഓഫ് പ്രൊബേറ്റ് എന്ന് പറയാം, സക്സഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയാം, ലെറ്റേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇതൊക്കെയാണ് ലീഗലായിട്ട് കിട്ടുന്ന വില്ലിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേര്. ഓക്കെ, അത് കോടതിയുടെ സീലുണ്ടാവും. അപ്പോൾ അതിനൊരു ഒതൻറ്റിറ്റി എന്ന് വെച്ചാൽ ഒരു ഒതൻറ്റിറ്റി, ഒരു അംഗീകാരം മനസ്സിലായല്ലോ, ഒരു ലീഗാലിറ്റി അതിനുണ്ടാവും. ലീഗലി അത് നിൽക്കുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് അറിയാം. അപ്പോൾ ഇതിനകത്ത് ഈ പ്രധാനമായും മുമ്പ് കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യൻസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നിയമം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സക്സഷൻ ആക്ട് ഓഫ് ട്രാവൻകൂർ അല്ലെങ്കിൽ ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സഷൻ ആക്ട്. അതെ, അതിനകത്ത് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു അവകാശം വളരെ കുറവായിട്ടാണ്. അതിൽ വളരെ പ്രസിദ്ധമായ ഒരു കേസും ഉണ്ട്. അതെ 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 മേരി റോയ് സ്റ്റേറ്റ് ഓഫ് കേരള. അവർ ഒരു സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിലുള്ളായിരുന്നു. അതെ അതെ അതെ. അപ്പോൾ അവർക്ക് അവരുടെ ബ്രദേഴ്സ് മരണശേഷം, ഫാദറിൻ്റെ മരണശേഷം അവർക്ക് ബ്രദറിന് ഉണ്ടായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സഷൻ ആക്ട് അനുസരിച്ചിട്ട് ഇത്രേ കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതും അങ്ങനെ സുപ്രീം കോടതി അതിനെ വിധി വരികയൊക്കെ ചെയ്തു അനുകൂലമായിട്ട്. എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു വലിയ കേസാണ്. അത് ക്രിസ്ത്യൻ റിലീജിയനിൽ ഒരു വലിയൊരു നവോത്ഥാനം കൊള്ളക്കവും നവോത്ഥാനമൊക്കെ ഉണ്ടാക്കി. കാരണം അത് പുതിയ ഒരുപാട് തീരുമാനങ്ങൾക്ക് വഴി തുറന്ന അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാക്കിയ ഒരു ചരിത്രപ്രസിദ്ധമായ അതായത് ഫീമെയിൽ, അത് എസ്പെഷ്യലി ക്രിസ്ത്യൻ സമുദായത്തിലെ സ്ത്രീകൾക്ക് അവർക്ക് സ്വത്തിൽ തുല്യാവകാശം എന്നുള്ള ഒരു വിധിയായിരുന്നു സുപ്രീം കോടതി സുപ്രീം കോടതി അവർ പോയി നടത്തേണ്ടി വന്നു കേസ് നടത്തേണ്ടി വന്നു. പക്ഷേ എങ്കിലും അവർക്ക് അതൊരു അങ്ങനെയാണല്ലോ പല ചരിത്രം വഴിമാറുന്നു എന്നൊക്കെ പറയുന്നത്. അത് വലിയൊരു ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. കാരണം അത് ഇന്ത്യൻ സക്സഷൻ ആക്ടിൻ്റെ വളരെ ക്രൂഷ്യലായ ഒരു കാര്യമാണ്. എന്താണ് ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനകത്ത് നമ്മൾ മറ്റ് ഹിന്ദു സക്സഷൻ ആക്ട് പോലെയൊക്കെ ഏതാണ്ട് ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ പകർത്തിയിട്ടുണ്ട്. കാര്യം ഹിന്ദു സക്സഷൻ ആക്ട് വന്നത് 1956-ലാണ്, പക്ഷേ ഇത് വന്നത് 1925-ലാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നെയാണ്. ഇതിൽ നിന്ന് തന്നെയാണ് ഹിന്ദു സക്സഷൻ ആക്ട് നമുക്ക് കൂടുതൽ ഇതിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ്. അപ്പോൾ പരിഷ്കാരം എന്നുള്ളതല്ല, ഇതിൻ്റെ ഒരു എന്താണ് കുറേ ഭാഗങ്ങളൊക്കെ അടർത്തി ആണ് ഹിന്ദു സക്സഷൻ ആക്ടിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഇതിൽ നിന്നും ഉൾക്കൊണ്ട പ്രചോദനമാണ് അങ്ങനെ ഒരു നിയമം ഈ ഹിന്ദു സക്സഷൻ ആക്ട് വന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് സൂചനയായിട്ട് പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സക്സഷൻ ആക്ട് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയാനില്ലെങ്കിലും വളരെ പ്രധാനമായ കുറച്ച് കാര്യങ്ങൾ. അതെ, പ്രധാനമായിട്ട് അത് യഥാർത്ഥം ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് കുറച്ച് കൂടുതൽ, അതായത് ഒരു വില്ലായാലും ശരി അല്ലെങ്കിൽ ടെസ്റ്റമെൻ്ററി ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള സക്സഷൻ പറഞ്ഞിട്ടുള്ളതും അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളതും അല്ലാതെ ഇൻഡസ്റ്റേറ്റ് വിത്തൗട്ട് വില്ലിൽ എഴുതി
എങ്ങനെയാണ് വില്ലില്ലാതെ വന്നാൽ കൂടിയും എങ്ങനെയാണ് ഒരു വസ്തു ഒരു എക്സിക്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് അതൊക്കെ വ്യക്തമായിട്ട് ഇതൊരു പ്രൊസീജിയർ, ഇതിനകത്ത് പ്രൊസീജിയറൂടെ കുറച്ച് കാര്യമായിട്ട് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൊസീജിയറായിട്ട് തന്നെയാണ് ഇത് പറയാൻ പറ്റുന്നത് ഇതിനകത്ത് പല കാര്യങ്ങളും. വേറെ മറ്റൊരു കാര്യം ഇതിനകത്ത് പറയുന്നത്, എക്സിക്യൂട്ടർ, അതായത് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പോകുന്ന ആളെ, അയാൾക്ക് കുറച്ച് കടമകളുണ്ട്. അതായത് ഈ ബില്ല് നടപ്പാക്കുന്ന ആൾ ആരാണോ ബില്ല് എഴുതി വെച്ച് അയാൾ മരണപ്പെട്ട ശേഷം ഈ ബില്ലിൽ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുമല്ലോ, അദ്ദേഹത്തിന് കുറച്ച് കടമകളുണ്ട്. അതും കൂടെ അതാണ് പറയുന്നത്, ഈ ഡ്രാഫ്റ്റിംഗ് ഈ ബില്ല് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യണമെന്ന് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ടെസ്റ്റ്മെൻ്ററി സക്സഷൻ പറയുന്നുണ്ട്. അതാണ് പ്രധാന കാര്യം. അതിനകത്ത് പറയുന്നത്, ഇപ്പം ഈ മരിച്ചുപോയ ആളിന്, ഞാൻ പറഞ്ഞല്ലോ, ഈ എക്സിക്യൂട്ടീവ് ആളിൻ്റെ കടമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ ആളിന് എന്തെങ്കിലും ഡെറ്റുകളുണ്ട്, കടങ്ങളുണ്ട്, അത് തീർക്കാൻ വേണ്ടി ഇതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്ത് ഇപ്പം പറഞ്ഞു ഇതുപോലെ ഇത്ര രൂപ എനിക്ക് കടമുണ്ട്, അത് വീട്ടാനുള്ള ഉത്തരവാദിത്വവും ഈ ബില്ല് പ്രകാരം ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾ, നടപ്പിലാക്കുന്ന ആൾ ചെയ്തിരിക്കണം. അതിനാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ അതിൽ നിന്ന് അയാൾക്ക് എത്രത്തോളം മരിച്ചയാളുടെ അസറ്റിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത് ബേസ് ചെയ്ത് മാത്രമല്ല, എടുക്കുമ്പോഴും അയാളുടെ, അതായത് റൈറ്റ് അനുഭവിക്കുമ്പോഴും അതിനോട് അകമുള്ള ഒബ്ലിഗേഷൻ, അതായത് കടവും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനും കൂടെ ഇതേ ബാധ്യസ്ഥനാണ്. പിന്നെ കൂടാതെ എല്ലാവരും പലപ്പോഴും കാര്യങ്ങൾ പറയാറുണ്ട്, ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ആർക്കാണോ ഇത് അപ്ലൈ ചെയ്യാം. അവരവരുടെ പേഴ്സണലോ താല്പര്യമില്ലെങ്കിൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് ഉപയോഗിച്ച് അവർക്ക് അവരുടെ വസ്തുക്കൾ എങ്ങനെ അത് ഡിവിഷൻ ചെയ്യണമെന്നുള്ളത് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ലിമിറ്റേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. സാധാരണ നമുക്കറിയാം, ഇപ്പം ഒരു സൂട്ടൊക്കെ കൊടുക്കണമെങ്കിൽ എത്ര 3 കൊല്ലമാണ് പറയുന്നത് ലിമിറ്റേഷൻ പീരീഡ്. എന്നുവെച്ചാൽ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ നടന്ന് അന്ന് മുതൽ 3 വർഷം കണക്കാക്കും. ആ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയെന്ന് പറയുന്നത് നമുക്ക് കേസുമായിട്ട് കോടതി അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട്, ഈ ബില്ലിൻ്റെ വാലിഡിറ്റി ചലഞ്ച് ചെയ്യാൻ, ഈ ഇന്ത്യൻ സക്സഷൻ ആക്ട് വെച്ച് ഒരു ബില്ലിൻ്റെ വാലിഡിറ്റി ചലഞ്ച് ചെയ്യാൻ വേണ്ടി, അല്ലാത്ത തർക്കം ഉന്നയിക്കാൻ വേണ്ടി 12 കൊല്ലമാണ് പറയുന്നത്. എപ്പോഴും മുതലാണ് 12 കൊല്ലം? ഫ്രം ദ ഡേറ്റ് ഓഫ് ഡ്രാഫ്റ്റിംഗ്, എന്നാണോ ഇത് ഡ്രാഫ്റ്റ് ചെയ്തത് അന്ന് മുതൽ 12 കൊല്ലം, 12 വർഷം നമുക്ക്. ഇപ്പോൾ അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്താണല്ലോ ഡ്രാഫ്റ്റ് ചെയ്യണത്, അന്ന് മുതൽ. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ വേണമെങ്കിൽ ഈ പറയുന്ന അതിൻ്റെ 12 കൊല്ലം കഴിയാം. അതിൻ്റെ കെയിം ടു നോളജ് എന്ന് പോലും പറയാൻ പറ്റില്ല. ഫ്രം ദ പീരീഡ് ഓഫ് ഡ്രാഫ്റ്റിംഗ്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ അതുകൊണ്ട് ലിമിറ്റേഷൻ എന്ന് നമുക്ക് പ്രത്യേകിച്ചൊരു ലിമിറ്റേഷൻ ഇതിനകത്ത് പറയുന്നില്ല. അങ്ങനെ ഒരു ലിമിറ്റേഷൻ വച്ചിട്ട് കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ഇതിൻ്റെ വാലിഡിറ്റിയോ ഒതൻറ്റിറ്റിയോ ചെക്ക് ചെയ്യാനും ഒക്കെ കോടതിയെ സമീപിക്കുന്നതിന് ഒരു സ്പെസിഫിക് ആയിട്ടൊരു ടൈം പീരീഡൊന്നും പറയുന്നില്ല. എന്നാലും ഇതൊരു എന്താണ്, അഥവാ ലിമിറ്റേഷൻ ചോദ്യം ചെയ്യപ്പെട്ടാൽ ഇങ്ങനെ ആവാം. മറ്റേ 3 വർഷം എന്നുള്ളതില്ല. ചോദ്യം ചെയ്യപ്പെട്ടാൽ ഇങ്ങനെ ഒരു 12 വർഷത്തിൻ്റെ കാലാവധി നമുക്ക് പറയാൻ കഴിയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഒരു ഇന്ത്യൻ സക്സഷൻ ആക്ടിൻ്റെ പ്രധാന ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റും. ചില വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് ഹിന്ദു സക്സഷൻ ആക്ടും എല്ലാം പിന്തുടർച്ചാവകാശം തന്നെയാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളെന്നേ ഉള്ളൂ. നമ്മൾ ഈ സക്സഷൻ പിന്തുടർച്ചാവകാശ നിയമങ്ങളെക്കുറിച്ച് സംസാരിച്ചു, ഈ ഹിന്ദു സക്സഷൻ ആക്ടിനെ കുറിച്ച് സംസാരിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ സക്സഷൻ ആക്ടിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഇനി മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പിന്തുടർച്ചാവകാശ നിയമം ഉണ്ടല്ലോ. അല്ല, അത് നമുക്ക് അവരുടെ പേഴ്സണൽ ലോ ആണ്. അതൊരിക്കലും പാർലമെൻറ്റ് പാസ്സാക്കിയതല്ല. നേരത്തെ നമ്മൾ മറ്റേത് ഇന്ത്യൻ സക്സഷൻ ആക്ടും അതുപോലെ അത് ഒരു നിയമമായിട്ടുണ്ട്. ഇതൊരു എങ്കിലും നമുക്ക് പ്രേക്ഷകരോട് അങ്ങനെ ഒരു നിയമമല്ല എങ്കിൽ പോലും ഒരു പേഴ്സണൽ ലോ, അവർക്കും ഒരു പേഴ്സണൽ ലോ ഉണ്ട്. അവരുടെ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിശദമാക്കാം. അത് കൂടുതൽ അവരുടെ ശരീഅത്ത് നിയമമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ്. അതിനകത്ത് അതൊരു വളരെ വൈഡാണ്. നമുക്ക് ഒരു 10-15 മിനിറ്റ് കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ എന്നാലും ഒരു ചെറിയൊരു അവലോകനം ഞാൻ അത് പറയാം. ബാക്കിയുള്ളത് നമുക്ക് ഇനിയൊരു അവതരിപ്പിക്കാം. എങ്ങനെയാണ് ഷെയർ ഡിസ്ട്രിബ്യൂഷൻ ഒരുപാട് പറയാൻ പറ്റത്തില്ല. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഷെയർ കിട്ടും എന്നുള്ളത് നമുക്ക് ഒരുപാട് എടുത്ത് പറയാൻ പറ്റത്തില്ല. എന്നാലും ആ നിയമത്തിൻ്റെ
കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ശരി. അതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടിയാണ് പുരുഷന്മാർക്ക് കിട്ടുന്നത്. അതാണ് ആ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത എന്നല്ല, ഒരു പിന്തുടർച്ച അവകാശം. അവർ ആ നിയമം അങ്ങനെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. പുരുഷന് അതായത് ഒരു ഫാദർ മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആൺമക്കളുമുണ്ട് പെൺമക്കളുമുണ്ട്. ആൺമക്കൾക്ക് 10 സെൻറ്റ് വെച്ച് കിട്ടുകയാണെങ്കിൽ പെൺമക്കൾക്ക് അതിൻ്റെ പകുതിയെ കിട്ടത്തുള്ളൂ, 5 സെൻറ്റേ കിട്ടത്തുള്ളൂ. എന്നുവെച്ചാൽ ഡബിൾ ടു ദ ഷെയർ ഓഫ് വിമൻ എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതിൻ്റെ അളവ് കുറയുന്നൊരു വ്യവസ്ഥയുണ്ട്. അതായത് ഇപ്പം ഒരാൾ മരിച്ചുപോയി, ഒരു വ്യക്തി മരിച്ചു പോയപ്പം അദ്ദേഹത്തിൻ്റെ വൈഫിന് എത്ര കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പോർഷനാണ്. മനസ്സിലായല്ലോ? അതായത് ഒരു പ്രോപ്പർട്ടിയുടെ 4 ഡിവൈഡ് ചെയ്യുന്നു, 4 ഷെയർ ആക്കുന്നു. അല്ല, ഇപ്പം 10 ഷെയർ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ 4 പിന്നെ 8 എന്നുള്ള കണക്കാണ്. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 4, കുഞ്ഞുങ്ങളില്ല എന്നുണ്ടെങ്കിൽ 8. അങ്ങനെയാണ് ആ ഷെയർ ഡിസ്ട്രിബ്യൂട്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയാം, അത് അടുത്ത മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് പറയാം. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം ഇതാണ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ വസ്തുവിൻ്റെ നമ്മൾ ഹിന്ദു സക്സഷനിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞു, ഹിന്ദു എന്ന് പറഞ്ഞ വ്യക്തി കൺവേർട്ട് ചെയ്ത് മറ്റൊരു മതത്തിലോട്ട് പോയാലും അദ്ദേഹത്തിൻ്റെ ഷെയർ ഓഫ് പ്രോപ്പർട്ടി കിട്ടുന്നതിൽ ഉള്ള റൈറ്റ് നഷ്ടപ്പെടുന്നില്ല, റീറ്റെയിൻ ചെയ്യുന്നു. പക്ഷേ ഇവിടെ മറിച്ചാണ്, അവർ മുസ്ലിം മതത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് മറ്റൊരു മതത്തിലോട്ട് പോയാൽ ഇവർക്ക് പ്രോപ്പർട്ടി കിട്ടാൻ വലിയ പാടാണ്, പ്രയാസമാണ്. അത് വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് കുടുംബ ഷെയർ തന്നെ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ട്രിക്റ്റായിട്ടാണ് ഈ പറയുന്നത്. അത് തന്നെ, അത് കർശനമാണ് അവരുടെ നിയമങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഹിന്ദു പിന്തുടർച്ച അവകാശം പോലെയോ ആദ്യം പറയുന്ന നിയമങ്ങളെ പോലെയോ അല്ലെങ്കിൽ ഇന്ത്യൻ സക്സഷൻ ആക്ടിൽ പറയുന്ന നിയമങ്ങളെ പോലെയോ ഒന്നും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളുടെ പ്രോപ്പർട്ടി അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഈ ഇന്ത്യൻ സക്സഷൻ ആക്ട് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേറെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പ്രധാനമായിട്ട് ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്കതിനകത്ത് വേറെ ഇപ്പം നമ്മളിവിടെയൊക്കെ ഉള്ള പോലെ തന്നെ സെയിൽ ഡീഡും പിന്നെ ബില്ലും ഒക്കെ അവർക്കും എഴുതാനുള്ള ധനനിശ്ചയമൊക്കെ എഴുതാം, അതിലൊന്നും തെറ്റൊന്നുമില്ല. അതൊക്കെ കോമൺ ലോ ആണല്ലോ. അപ്പോൾ ഇതിനകത്തൊരു മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വില്ലെന്ന് പറഞ്ഞാൽ വസിയത്ത് എന്ന് പറയും. വസിയത്ത് എന്ന് പറയുന്നത് അവരത് ഈ മുസ്ലിം ലോയിൽ പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റ് പറയുന്നില്ല, വാക്കാൽ പറഞ്ഞാലും മതി അതിനെ വസിയത്തായിട്ട് കരുതും. മനസ്സിലായല്ലോ? അതായത് എഴുതി രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. വസിയത്തിൻ്റെ ഇതിൽ ഇപ്പം മരണശയ്യയിൽ കിടക്കുകയാണ്, രോഗശയ്യയിൽ കിടക്കുന്നു, മരിക്കാനുള്ള സമയമായപ്പോഴേക്കും എൻ്റെ മക്കൾക്ക് ഇന്ന ആൾക്ക് ഇന്ന കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞാലും മതി, അതിനൊരു വസിയത്തായിട്ട് പരിഗണിച്ച് അത് നടപ്പിലാക്കണം എന്നാണ് ഈ പേഴ്സണൽ ലോയിൽ പറയുന്നത്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഇപ്പോൾ ബാക്കിയുള്ള എല്ലാത്തിലും ബാക്കി 2 സക്സഷൻ ആക്റ്റുകൾ നമ്മൾ പറഞ്ഞു, അതിനകത്ത് വില്ല് എഴുതുമ്പോൾ ഇത്ര പ്രോപ്പർട്ടി മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നില്ല, അദ്ദേഹത്തിൻ്റെ സർവ്വ സമ്പാദ്യവും എഴുതാം. ഇന്ത്യൻ സക്സഷൻ ആക്റ്റിൽ പറഞ്ഞത് അദ്ദേഹത്തിന് ഉള്ള കടവും ഇതിനകത്ത് എഴുതി അത് കൊടുക്കാൻ വേണ്ടി ഇത് ആരാണോ നടപ്പിലാക്കുന്നത് അയാളെ ചുമതലപ്പെടുത്തുകയും ചെയ്യാം. പക്ഷേ ഇതിനകത്ത് 3/1 പ്രോപ്പർട്ടി മാത്രമേ, അസറ്റ് മാത്രമേ വസിയത്ത് അതായത് വില്ല് പ്രകാരം ഈ പറയുന്ന ഓണർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, എല്ലാം കൊടുക്കാൻ പറ്റത്തില്ല. അത് പണ്ട് സംഭവം എന്തുകൊണ്ടാണ് ഇതിന് മാത്രം ഒരു പ്രത്യേകത, ഈ വസിയത്തിന് മാത്രം ഒരു പ്രത്യേകത വരാനുള്ള കാരണം, അതായത് വാക്കാൽ പറഞ്ഞാലും അതിനെ വില്ലായിട്ട് പരിഗണിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, പണ്ട് ഈ അറബി നാട്ടിലൊക്കെ ഉള്ള ഒരു കച്ചവടം, മുസ്ലിംസ് കൂടുതലും വ്യാപാരം അതിനകത്ത് ശ്രദ്ധിക്കുന്നവരാണ്. അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഒരു സ്ഥലത്ത് തന്നെ അവർക്ക് സ്ഥിരമായിട്ടൊരു താമസമൊന്നുമില്ല. പുരുഷന്മാർ പുറത്തു പോയി പല രാജ്യങ്ങളിലും സഞ്ചരിച്ച് ചിലപ്പം ഇടയ്ക്ക് വെച്ച് പോകുന്ന വഴിയിൽ മരണപ്പെടാനും സാധ്യതയുണ്ട്. മരണപ്പെടാൻ സാധ്യതയുള്ള സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് ആർക്ക് കൊടുക്കണമെന്ന് എന്തെങ്കിലും ആഗ്രഹം ഇദ്ദേഹത്തിനുണ്ടെങ്കിൽ
ഈ അടുത്തത് കൂടെയുള്ള വ്യാപാരി എടുത്ത് പറഞ്ഞാലും മതി, കൂടെയുള്ള സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരടുത്ത് തൻ്റെ ആഗ്രഹം അറിയിച്ചാലും മതി. അതുകൊണ്ടാണ് അതിനൊരു ലിഖിതമായിട്ടുള്ള ഒരു ആവശ്യമില്ലാത്തത്. ഒരു എന്താണ് ഫിസിക്കലായിട്ടൊരു രൂപം വേണ്ട, വാക്കാ പറഞ്ഞാലും മതിയാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, വസിയത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ അയാളുടെ മൊത്തം വസ്തുവകകളും എഴുതി കൊടുക്കാൻ പറ്റത്തില്ല, 1/3 വസ്തുവകകൾ മാത്രമേ എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് അറിയാം തന്നെ, ഈ മറ്റുള്ള മതത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ നിയമപരമായി വിവാഹം ചെയ്യണം, കാര്യം രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത്. ഇതാണെങ്കിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വിവാഹങ്ങളും ഒരു എന്താണ് ഇങ്ങനെ ഒരു ദൈവികമായിട്ടുള്ള ഒരു പരിവേഷം അതിനുണ്ട്, മനസ്സിലായല്ലോ. പക്ഷേ ഈ മുസ്ലിം മാരേജ് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു കോൺട്രാക്റ്റായിട്ടാണ് നമുക്ക് അറിയപ്പെടുന്നത്, ഒരു കരാർ. അതായത് ആ പറയുന്ന വരനും വധുവിൻ്റെ അച്ഛനും തമ്മിലുള്ള ഒരു കരാറാണ്. അപ്പോൾ അത് രജിസ്റ്റർ പോലും ചെയ്യേണ്ട കാര്യമില്ല, മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഈ വില്ലിൻ്റെ കാര്യവും രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. വാക്കാൽ പറഞ്ഞാൽ പോലും അതിനെ ഒരു വാലിഡായിട്ടുള്ള വില്ലായിട്ട് പരിഗണിക്കും എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്ക് ഈ പറയുന്ന അടുത്തൊരു എപ്പിസോഡ് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയണം, കാരണം അതൊരു പേഴ്സണൽ ലോ ആയിട്ടാണ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്. അതെ, അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം ഇപ്പം യൂണിഫോം സിവിൽ കോഡ് വേണം, അതിൻ്റെ ഒരു പ്രസക്തിയൊക്കെ ഉദിച്ചു വരുന്നുണ്ട്. കാര്യം ഇത് കോംപ്ലിക്കേഷൻ മറ്റത്. അതുകൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡ് വരണം, അങ്ങനെ വരണം, എല്ലാം പേഴ്സണൽ ലോസ് എല്ലാം ഒഴിവാക്കി യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം എന്നൊക്കെ ഒറ്റ നിയമത്തിൻ്റെ താഴെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് അവസാനം ഇന്ത്യൻ സെക്ഷൻ ആക്ട് കൂടി കഴിഞ്ഞ് നമ്മൾ മുസ്ലിം സെക്ഷൻ ആക്ടിനെ കുറിച്ച് സംസാരിക്കുന്നു. അതൊരു പേഴ്സണൽ ലോ ആയിട്ടാണ് ഇപ്പോൾ. അതെ, പേഴ്സണൽ ലോസ് ആണ് ഇത്. ഈ പേഴ്സണൽ ലോസ് എല്ലാം ഒഴിവാക്കണമെന്നാണ് ഇപ്പോഴത്തെ അതാണ് യൂണിഫോം സിവിൽ കോഡിൻ്റെ ഒരു പ്രസക്തി. പേഴ്സണൽ ലോസ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് യൂണിഫോം സിവിൽ കോഡ് എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വരട്ടെ. നമുക്ക് ഇപ്പോൾ പറയാനുള്ളത്, നമ്മൾ മുസ്ലിം ലോയെ കുറിച്ച് കൂടുതലായിട്ട്, കാരണം അത് വൈരാമ സാറ് പറയുകയുണ്ടായി, അപ്പോൾ അതിനോട് ഒരുപാട് നമ്മൾ കടന്നിട്ടില്ല. എങ്കിലും വ്യത്യാസങ്ങൾ ഹിന്ദു സക്സഷൻ ഇപ്പോൾ ആക്ടിനെ കുറിച്ചും ഇന്ത്യൻ സക്സഷൻ ആക്ടിലും കുറിച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ മുസ്ലിം അങ്ങനെ ഒരു ലോ ഉണ്ട് എന്നുള്ളത് നമ്മൾ അതിൻ്റെ ചില കാര്യങ്ങൾ പ്രേക്ഷകരായിട്ട് നമ്മൾ പങ്കുവയ്ക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും ആക്ടുകളെ കുറിച്ച് പറഞ്ഞു. നീതിപാതയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. അപ്പം പുതിയൊരു നിയമമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.